സുൽഫിക്കർ എന്ന് പറയുന്ന ഒരാൾ എന്നെ വിളിച്ചിട്ട് ടിനി എനിക്ക് ഒരു രണ്ട് കാലും കാണിച്ചിട്ട് പറഞ്ഞു എനിക്കൊരു ആ ഫോട്ടോ വിട്ടിട്ട് എനിക്കൊരു നിവൃത്തിയില്ല. ഞാൻ എൻ്റെ രൂപം തന്നെയാണ് അദ്ദേഹത്തിൽ കാണുന്ന ഒരു മിമിക്രി ആർട്ടിസ്റ്റ്. അദ്ദേഹത്തിൻ്റെ മകന് ജോലിയായിട്ടില്ല, നമ്മുടെ മെമ്പറല്ല, എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ ഗ്രൂപ്പിൽ ഒരു നിമിഷം കൊണ്ട് 17 പേരേ ഉള്ളൂ, പക്ഷേ 26,000 രൂപ കളക്ട് ചെയ്തു എന്നുള്ളതാണ്. ഒറ്റ ഞാൻ എനിക്ക് തോന്നുന്നൊരു 15-20 മിനിറ്റ് കൊണ്ട് മെമ്പർ പോലും അല്ല, ആരും അന്വേഷിക്കുക പോലും ചെയ്തില്ല. അതൊക്കെ ഉണ്ടാവുകയുള്ളൂ. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കാലശേഷം ഈ കൈ കിടക്കുന്ന മോതിരം പോലും മുറിച്ചെടുക്കും. ഇത് പക്ഷെ ദൈവത്തിന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കും. ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും രക്തബന്ധമുള്ളവരാ. അത് തുടർന്ന് അങ്ങോട്ട് പോവുക. എല്ലാം പെർഫോമേഴ്സാണ്. അതാണ് ഗോഡ്സ് ഗ്രേസ് ഉള്ളവരാണ്. എത്ര കോടി ജനങ്ങൾ കേരളത്തിലുണ്ട്. പക്ഷെ നിങ്ങളല്ലേ ഒരു 10 പേരെങ്കിലും അറിയുന്നത്. ആരെടുത്ത് നോക്കിയാലും 10 പേരറിയും. രാജാ സാഹിബ് പുറത്തിറങ്ങി ഒരു 150 പേരെങ്കിലും ചിലപ്പോൾ പല സ്ഥലത്തായിട്ട് ഫോട്ടോ എടുക്കാനെങ്കിലും വരിക്കും. അപ്പൊ ദൈവത്തിന് നന്ദി പറയുക. എൻ്റെ അടുത്ത് ഒരു പ്രൊഡ്യൂസർ, ആൻഡോ ജോസഫ് എന്ന് പറയുന്ന പ്രൊഡ്യൂസർ പറയാണ്, അത് വലിയൊരു പ്രതിസന്ധിയിൽ പാട്രിയറ്റ് എന്ന് പറയുന്ന സിനിമയ്ക്ക് അതാണ് എന്നെ മനസ്സിൽ ഹോണ്ട് ചെയ്തത്. ഇനി സിനിമാ താരങ്ങൾ, നിങ്ങൾ സ്റ്റേജിലെ കലാകാരന്മാർ, ദൈവത്തിന് നന്ദി എത്ര പറഞ്ഞാലും തീരില്ല. അത്രയും വലിയ അനുഗ്രഹമാണ്. ഞങ്ങളൊക്കെ പുറത്തിറങ്ങി ആരെങ്കിലും തിരിഞ്ഞു പോകുമോ? ഞങ്ങൾക്കൊരു പ്രതിസന്ധി വരുമ്പോൾ ചിലപ്പോൾ പണം കൊണ്ട് എന്തെങ്കിലുമൊക്കെ നേടാൻ സാധിക്കും, പക്ഷെ സ്നേഹം കൊണ്ട് നേടാൻ സാധിക്കുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. നിങ്ങളുടെ എല്ലാ വേദനകളിലും വേദന ഉണ്ടാവാതിരിക്കട്ടെ, ആവശ്യങ്ങളിലും ഞങ്ങൾ കട്ട പോലെ തന്നെ ഉണ്ടാവും. ഞാൻ ഇത്തവണ ഞാൻ പറഞ്ഞിട്ട് ഇനി ഇലക്ഷൻ വരികയാണ്, എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ഒന്നും ചെയ്യേണ്ട, ആർക്കാണ് ഇഷ്ടമുള്ളത് അവർ വന്നോട്ടെ, പക്ഷെ പ്രസിഡന്റായിട്ട് ആദർശിക്കുകയും ജനറൽ സെക്രട്ടറി ആയിട്ട് ഷാജോണൻ തന്നെ വേണം. കാരണം ഷാജാനെ പോലെയൊക്കെയുള്ള ഒരാളുണ്ടെങ്കിൽ എനിക്കൊക്കെ പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ. ഞാൻ പറഞ്ഞു 1-2 രണ്ടാമത്തെ കാര്യത്തിന് ഒച്ച ഉണ്ടാക്കുന്നുള്ളൂ, പക്ഷെ ഉപദ്രവിക്കൊന്നുമില്ല. പക്ഷെ ഇതുപോലെ സമാധാനം പറഞ്ഞു തരാൻ പറ്റുന്ന, എനിക്ക് സമാധാനിപ്പിക്കാൻ കഴിയുന്ന, നാദർശിക്കൊക്കെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് വാടക ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങുക. അതുകൊണ്ട് ഷാജോനെ പോലുള്ള ഒരാൾ അവിടെ അത്യാവശ്യമാണ്. എന്തും സമാധാനിപ്പിക്കാനും എന്തൊരു ആശ്വാസം തരാനും. അതൊക്കെ സത്യസന്ധമായിട്ട്, അല്ലെങ്കിൽ പോയി തൊലയട്ടെ എന്ന് പറഞ്ഞ് മനസ്സിൽ വിചാരിച്ചിട്ട് തരുന്ന ഉപദേശങ്ങളല്ല. അപ്പോൾ അവരുണ്ടെങ്കിൽ ഞാനൊക്കെ ചാവേറാവാൻ തയ്യാറാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നും ഈ സഹോദരൻ ഉണ്ടാവും. അഗ്നിശുദ്ധി വരുത്തിയിട്ട് ഞാൻ വരും, യാതൊരു സംശയമില്ല. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്നെ ഓർക്കണം. തീർച്ചയായിട്ടും വീണ്ടും ഞാൻ പ്രിയങ്കയുടെ മുഖം കാണും. എന്തിനു വേണ്ടിയാണ്? ഞാൻ ഒരു ഉപകാരവും ചെയ്തിട്ടില്ല, പക്ഷേ ലോകം മുഴുവൻ ആക്രമിക്കുമെന്ന് അറിഞ്ഞിട്ട് എനിക്ക് വേണ്ടി നിന്നത്, എനിക്ക് ആരൊക്കെ ഉണ്ടായല്ലോ എന്നുള്ളൊരു മാലാക, പല മാലാകമാരും എന്നെ പ്രൊട്ടക്ട് ചെയ്യേണ്ടി. ഇതില്ലട്ടോ പ്രിയങ്ക അല്ലട്ടോ മാലാകമാർ. ഇപ്പൊ രാജാ സാഹിബ് ഇങ്ങനെ ചിരിക്കുന്നത്. പക്ഷെ നമ്മളെ സഹായിക്കാൻ ആരെങ്കിലുമൊക്കെ വിട്ടുതരൂ എന്ന് പറയണം. ദൈവം പറയുന്നത്, നീ പേടിക്കണ്ട, നിനക്ക് വേണ്ട സംരക്ഷണം തരാൻ എൻ്റെ കയ്യിൽ നിന്ന് മാലാകമാരെ വിട്ടുതരൂ എന്ന് പറയുന്നു. അത് പല രീതിയിലാണ് വന്നിട്ടുള്ളത്. അത് നിങ്ങൾ തന്നെയാണ്. അപ്പോ പ്രിയങ്കന മാലാകാക്കി എന്ന് പറഞ്ഞ് ഇപ്പോൾ ഓൺലൈനിൽ വരും. ഒരുപാട് നന്ദിയുണ്ട്. നമുക്ക് എന്ത് വന്നാലും എന്നെ വിളിച്ചവരെയും ഞാൻ നിങ്ങളെ ഉപേക്ഷ വിചാരിച്ചിട്ടല്ല, എനിക്ക് കേൾക്കാനുള്ള അവകാശമില്ല രാജാ സാഹിബ്. അതുകൊണ്ടാണ് പലതവണ താജൊക്കെ ഉണ്ട് ഇവിടെ. താജൊക്കെ ഒരു സംഘടനയായിട്ടാണ് വിളിക്കുന്നത്. അപ്പോൾ അവരൊക്കെ ഞാൻ ഒരിക്കലും മറക്കില്ല. നമ്മൾ വീഴുമ്പോഴാണ് നമുക്കൊക്കെ ആരൊക്കെ കൂടിയുണ്ടെന്ന് അറിയുന്നത്. അതറിഞ്ഞൊരു നിമിഷമാണ്. അത് നിങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിവിടെ നിന്ന് ഇങ്ങനെ നിൽക്കുന്നത്. ഓൾ ദി ബെസ്റ്റ്, ഗോഡ് ബ്ലെസ്. ഇൻഷാ അല്ലാഹ് നന്നായിട്ട് വരട്ടെ. നന്ദി പറയാനാണ് വിളിച്ചത്. നന്ദി സംഘടനയ്ക്ക് വേണ്ടി മാത്രമല്ല, എൻ്റെ ജീവിതം നിങ്ങൾക്ക് നന്ദി അർപ്പിക്കുകയാണ്. കാരണം എൻ്റെ ഇന്നത്തെ ഇതെന്ന് പറഞ്ഞാൽ, നന്ദി എന്ന് പറഞ്ഞാൽ ഒരുപാട് നന്ദി പറയേണ്ടതായിട്ടുണ്ട്. വാക്കുകൾ കൊണ്ട് അവസാനിപ്പിക്കാൻ സാധിക്കില്ല. നന്ദി, നന്ദി, നന്ദി. നമ്മൾ തുടരും. വെറും തുടരലല്ല, ശക്തമായിട്ട് തന്നെ തുടരും. ഓക്കെ, താങ്ക് യു വെരി മച്ച്.